3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ മനുഷ്യൻ ഉണ്ടാകുന്നതുവരെ നമ്മുടെ യാത്ര വളരെ ദീർഘവും അതിശയകരവുമായിരുന്നു. ഏകദേശം 6 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആദിമ മനുഷ്യകുലമായ ഹോമിനിഡ് രൂപം കൊണ്ടു. ഇവരാണ് ആദിമ മനുഷ്യനിലേക്ക് നയിച്ച വളർച്ചയുടെ തുടക്കം. ഹോമിനിഡ് കുടുംബത്തിൽ ഇന്നിവിടെ ഇല്ലാതായിപ്പോയ നിരവധി സ്പീഷീസുകൾ ഉണ്ട്. പ്ലീസ്റ്റോസിൻ ജിയോളജിക്കൽ കാലഘട്ടത്തിലുടനീളം ജീവിച്ചിരുന്ന പുരാതന മനുഷ്യരുടെ ഒരു ഇനമാണ് ഹോമോ ഇറക്ടസ്. 1.8 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ആദ്യകാല ഫോസിൽ ജോർജിയയിലെ ഡമാനിസയിൽ നിന്നും 2.1 ദശലക്ഷം വർഷങ്ങൾ ഏകദേശം പഴക്കം നിർണയിക്കപ്പെടുന്ന ഫോസിലുകൾ ചൈനയിലെ ലോസ് പീഠഭൂമിയിൽ നിന്നും 2018 കണ്ടെത്തുകയുണ്ടായി. ഏകദേശം 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ഹോമിനിഡ് സ്പീഷീസ് അവതരിച്ചു, നിയാണ്ടർതാൽസ്. ജർമ്മനിയിലെ നിയാണ്ടർ താഴ്വരയിൽ ജീവിച്ചിരുന്നതായി തെളിഞ്ഞിട്ടുള്ള ഈ വിഭാഗം ഏകദേശം 1,20,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു. നിയാണ്ടർതാൽ മനുഷ്യരിൽ കൂടിയാണ് ആൾക്കുരങ്ങിൽ നിന്ന് ആധുനിക മനുഷ്യനിലേക്കുള്ള പരിണാമമുണ്ടായതെന്ന് നരവംശശാസ്ത്രജ്ഞർ കരുതുന്നു. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ മാറ്റം ഹോമോസാപ്പിയൻസ് എന്ന നമ്മുടെ തന്നെ സ്പീഷീസ് വന്നപ്പോൾ സംഭവിച്ചു. ഏകദേശം 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ ആദ്യമായി ഹോമോസാപ്പിയൻസ് രൂപം കൊണ്ടു. ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയ ഘടകം അവരുടെ അതുല്യമായ നവോത്ഥാന ശേഷിയായിരുന്നു. അവർ ഉന്നത ഉപകരണങ്ങൾ സൃഷ്ടിച്ചു, കലാരൂപങ്ങൾ സൃഷ്ടിച്ചു. ഈ പുരാതന മനുഷ്യർ സമൂഹങ്ങൾ നിർമ്മിച്ചു, വംശനാശത്തെ അതിജീവിച്ചു, വിവിധ സാഹചര്യങ്ങളുമായി പൊരുതുകയും ചെയ്തു. ഹോമോസാപ്പിയൻസ് ആഗോളതലത്തിൽ പരക്കുമ്പോൾ അവർ മറ്റ് ഹോമിനിഡ് സ്പീഷീസുകളുമായി കൂടിക്കാഴ്ച നടത്തി. ചില സാഹചര്യങ്ങളിൽ അവർ തമ്മിൽ പരസ്പര ബന്ധം പുലർത്തുകയും ചെയ്തു. നമ്മുടെ DNA തെളിവുകളിൽ നിയാണ്ടർതാലുകളും ഡെനിസോവൻസുകളും നമ്മുടേതിൽ ലയിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നു. ആഫ്രിക്കയിൽ നിന്നുള്ള പ്രയാണം എന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ട നിരവധി കുടിയേറ്റങ്ങളായിരുന്നു. പരുക്കൻ കാലാവസ്ഥ, ഭീഷണികരമായ മൃഗങ്ങൾ, വിഭവങ്ങൾക്കായുള്ള മത്സരം തുടങ്ങി അനവധി വെല്ലുവിളികൾ അവർ നേരിട്ടു. എന്നാൽ അവരുടെ നവോത്ഥാന ശേഷിയും പുതിയ സാഹചര്യങ്ങളിൽ ഇണങ്ങിച്ചേരാനുള്ള കഴിവുമാണ് അവരെ ഇന്ന് നമുക്ക് അറിയാവുന്ന മഹത്തായ മനുഷ്യരാക്കിയത്. ഫ്രാൻസിലെ ലാസ്കോസിലെ ഗുഹാചിത്രങ്ങളും ആഫ്രിക്കൻ സഹാറയിലെ പാറച്ചിത്രങ്ങളും വഴി അവരുടെ സങ്കീർണമായ ആശയങ്ങൾ വിവരിക്കാനും സൃഷ്ടിപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനും കഴിയുമെന്ന് വ്യക്തമാക്കുന്നു. ഇതിലെ അവ്യക്ത ചിഹ്നങ്ങൾ ആത്മീയ വിശ്വാസങ്ങളുടെ സൂചനകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. ഉപകരണങ്ങളുടെ വികസനം മനുഷ്യ വളർച്ചയിലെ മറ്റൊരു നിർണായക ഘട്ടമായിരുന്നു. അമ്പും വില്ലും എന്ന ആശയത്തിന്റെ കണ്ടുപിടുത്തം വേട്ടയിൽ ദൂരപരിധിയും കൃത്യതയും വർദ്ധിപ്പിച്ചു. കൂടാതെ വസ്ത്രങ്ങളുടെയും താമസ സ്ഥലങ്ങളുടെയും നിർമ്മാണം അവരെ കഠിനമായ കാലാവസ്ഥകളിൽ നിന്നും രക്ഷപ്പെടുത്തി. തീയുടെ നിയന്ത്രണം മനുഷ്യ വളർച്ചയുടെ മറ്റൊരു വിപ്ലവകരമായ സംഭവമായിരുന്നു. തീയുടെ നിയന്ത്രണം മനുഷ്യനെ പുതിയ വെല്ലുവിളികളോട് പൊരുതാനും അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ കഴിയുന്നതിലേക്കും നയിച്ചു. മതവും ആത്മീയതയും ഈ പ്രാചീന മനുഷ്യ സമൂഹങ്ങളിൽ നിർണായകമായ പങ്കുവഹിച്ചിരുന്നു. മരണാനന്തര ജീവിതത്തിലും ആത്മീയ ലോകത്തിലും അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഹോമോസാപ്പിയൻസ് പല സ്ഥലങ്ങളിലും കുടിയേറിക്കൊണ്ടിരിക്കുമ്പോൾ അവർ അതിജീവനത്തിനായി ഉപകരണങ്ങളും തന്ത്രങ്ങളും വികസിപ്പിച്ചു. വേട്ട, മത്സ്യബന്ധനം, ശേഖരണം എന്നിവയ്ക്ക് പ്രത്യേക ഉപകരണങ്ങൾ നിർമ്മിച്ചു.
കൂടാതെ വസ്ത്രങ്ങളും താൽക്കാലിക താമസ സ്ഥലങ്ങളും നിർമ്മിക്കാൻ തുടങ്ങിയത് അവർക്ക് വിവിധ കാലാവസ്ഥയിലും പരിസരങ്ങളിലും ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കി. ചിഹ്നങ്ങൾ സൃഷ്ടിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുക മനുഷ്യ വികസനത്തിലെ മറ്റൊരു നിർണായക ഘട്ടമായിരുന്നു. ആദ്യകാല മനുഷ്യർ സങ്കീർണമായ ആശയങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാൻ, സമയനിർണയം നടത്താൻ അല്ലെങ്കിൽ ഭൗതിക ലോകം മനസ്സിലാക്കാൻ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു. അക്കാലത്ത് വരകൾ, ചിത്രങ്ങൾ, കണക്കുകൾ അടങ്ങിയ ചിഹ്നങ്ങൾ ഇവയൊക്കെ പിന്നീട് ലിപിയുടെ അടിസ്ഥാനമായി മാറി. ക്രിസ്തുവിനു മുമ്പ് 10,000-ഓടെ മനുഷ്യർ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയിലേക്ക് മാറിത്തുടങ്ങി. അവർക്ക് സ്ഥിരമായി ഒരിടത്ത് താമസിക്കാൻ തയ്യാറാവുന്ന ജീവിത രീതിയിലേക്ക് മാറാനായി. ഈ കാലഘട്ടം നിയോലിത്തിക് വിപ്ലവം എന്നറിയപ്പെടുന്നു. കൃഷിയും മൃഗസംരക്ഷണവും ആരംഭിച്ചതിനാൽ ഭക്ഷണം നിക്ഷേപമായി ലഭിക്കുവാൻ തുടങ്ങി. അതുവഴി വലിയ സമൂഹങ്ങൾ രൂപപ്പെടാനും ഗ്രാമങ്ങളും നഗരങ്ങളും ആരംഭിക്കുവാനുമുള്ള പാത തുടർന്നു. സസ്യങ്ങളും മൃഗങ്ങളും ഗാർഹികവൽക്കരിക്കുക മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായിരുന്നു. ജീവിതരീതിയുടെ ഈ മാറ്റം വലിയ സാമൂഹിക പരിവർത്തനങ്ങൾക്ക് കാരണമായി. കുടുംബങ്ങൾ, സമൂഹങ്ങൾ, മതപരമായ ആചാരങ്ങൾ, തൊഴിലുകൾ എന്നിവയൊക്കെ കൂടുതൽ സങ്കീർണമാകുകയും പത്തായ സംസ്കാരങ്ങളുടെ പിറവിക്ക് വേദിയായി തീരുകയും ചെയ്തു. വ്യവസായം മനുഷ്യ സമൂഹത്തിന്റെ മറ്റൊരു നിർണായക ഘടകമായിരുന്നു. സമൂഹങ്ങൾ അധിക ബുദ്ധിപരമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ തുടങ്ങിയതോടെ അവ സമീപവാസികളുമായി കൈമാറാൻ തുടങ്ങി. വിഭവങ്ങൾ, ആശയങ്ങൾ, സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയുടെ കൈമാറ്റം വ്യാപാര കവലകളിലൂടെ നടന്നു. ഇതിലൂടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള ആശയവിനിമയവും നവീകരണങ്ങളുടെ വ്യാപനവും സാധ്യമായി. ആദ്യ സംസ്കാരങ്ങളുടെ ഉദയം എഴുത്തുലിപികളുടെ വികസനത്താൽ അടയാളപ്പെടുത്തി. മെസപ്പൊട്ടേമിയയിലെ ക്യൂണിഫോം എഴുത്തും ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക്സ് എഴുത്തും ആദ്യകാല എഴുത്തുലിപികളുടെ ഉദാഹരണങ്ങളാണ്. നിയമങ്ങളും ഭരണ സംവിധാനങ്ങളും ആദ്യ സംസ്കാരങ്ങളുടെ മുഖ്യ സവിശേഷതകളിൽ ഒന്നായിരുന്നു. ബാബിലോണിയയിലെ ഹമ്മുറാബിയുടെ നിയമചട്ടം പോലുള്ള നിയമവ്യവസ്ഥകൾ നീതിയും സാമൂഹിക ക്രമവും ഉറപ്പാക്കുന്നതിനുള്ള അടിസ്ഥാനമായിരുന്നു. മതം, ആത്മീയത എന്നിവ തുടർച്ചയായി ആദ്യകാല സംസ്കാരങ്ങളിൽ കേന്ദ്ര പങ്ക് വഹിച്ചു. ദൈവങ്ങളെ ആരാധിക്കാനും മതാചാരങ്ങൾ നടത്താനും വേണ്ടി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിർമ്മിക്കപ്പെട്ടു. പുരോഹിതന്മാർക്കും മതനേതാക്കൾക്കും സമൂഹത്തിൽ വലിയ അധികാരവും സ്വാധീനവും ലഭിച്ചു. നമ്മുടെ പൂർവികർ നവീന വിദ്യാർത്ഥികളും കലാകാരന്മാരും അന്വേഷകരുമായിരുന്നു. ഇന്നത്തെ വലിയ സാമൂഹിക സമൂഹങ്ങൾ രൂപപ്പെടാനുള്ള അടിസ്ഥാനം അവർ നിർമ്മിച്ചു. മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ പ്രധാന മൈൽ സ്റ്റോണുകളിൽ ഒന്നാണ് കൃഷി. ആദിമ മനുഷ്യൻ വിത്തുകൾ നടുകയും മൃഗങ്ങളെ വളർത്തുകയും ചെയ്ത് സ്ഥിരമായ ഭക്ഷ്യവിതരണം ഉറപ്പാക്കാമെന്ന് കണ്ടെത്തി. 10,000 വർഷത്തിന് സമീപം മിഡിൽ ഈസ്റ്റിലെ ഫർട്ടൈൽ ക്രസന്റ് എന്ന പ്രദേശത്ത് ആദ്യകാല കൃഷി സമൂഹങ്ങൾ വളരാൻ ആരംഭിച്ചു. ഈ സമൂഹങ്ങൾ ജലസേചനം, ഇടവിള കൃഷി തുടങ്ങിയ കൃഷിതന്ത്രങ്ങൾ വികസിപ്പിച്ചു. അതിലൂടെ ഭക്ഷ്യവിഭവങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ജനസംഖ്യ വലുതാവാനും കാരണമായി. കൃഷി മനുഷ്യ സമൂഹങ്ങൾക്കു നൽകിയ സ്വാധീനം അത്യന്തം ആഴമുള്ളതായിരുന്നു. സ്ഥിരമായ ഭക്ഷ്യവിതരണം ലഭിച്ചതിനാൽ ആളുകൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കുവാൻ തുടങ്ങി. ഇതിന്റെ ഫലമായി ഗ്രാമങ്ങൾ പട്ടണങ്ങളായി, പട്ടണങ്ങൾ നഗരങ്ങളായി മാറി. ക്രിസ്തുവിനു മുമ്പ് 8,000 വർഷം പഴക്കമുള്ള പത്യോക ഒരു ആദ്യകാല നഗരമായ ജെറിക്കോ ആണ്. ഇന്ന് ഈ നഗരം പാലസ്തീനിൽ സ്ഥിതി ചെയ്യുന്നു. ജെറിക്കോയ്ക്ക് ചുറ്റും വലിയ കല്ലുകൊണ്ടുള്ള മതിൽ ഉണ്ടായിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ജനവിഭാഗങ്ങൾക്ക് വിഭവങ്ങൾ കൈകാര്യം ചെയ്യാനും വലിയ ജോലികൾ നിർവഹിക്കാനും
സാമൂഹിക ക്രമം നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു നേതൃവ്യവസ്ഥ നിലവിലുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ഭക്ഷ്യ ഉൽപാദനത്തിനൊപ്പം കൃഷി പുതിയ സാങ്കേതിക വിദ്യകളും കരകൗശലങ്ങളും ഉണ്ടാക്കുവാൻ കാരണമായി. ആദിമ കർഷകർ കൃഷിയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉഴവുമാറ്റുകൾ, കൈത്തണ്ട്, മരക്കത്തികൾ പോലുള്ള ഉപകരണങ്ങൾ വികസിപ്പിച്ചു. അവർ ഭക്ഷണം, വെള്ളം സൂക്ഷിക്കുവാൻ വേണ്ടി മൺപാത്രങ്ങൾ നിർമ്മിക്കുകയും വസ്ത്രങ്ങൾക്കായി നെയ്ത്തുശാല വികസിപ്പിക്കുകയും ചെയ്തു. ഇവ വാണിജ്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചു. The fertile land between the Tigris and Euphrates rivers, known as Mesopotamia, is often referred to as the cradle of civilization. Around 3500 BCE, the Sumerians established some of the world's first cities, including Uruk, Ur, and Eridu. These cities were characterized by their impressive architecture, sophisticated administrative systems, and rich cultural achievements. In Uruk, one of the earliest and most influential cities, the population grew to over 50,000 people, a remarkable number for the time. The city was a bustling hub of activity, with markets, workshops, and religious centers. At the heart of Uruk stood the ziggurat, a massive temple complex dedicated to the city's patron deity, Inanna. These towering structures not only served religious purposes, but also demonstrated the organizational and engineering prowess of the Sumerians. Invention of writing and record keeping. One of the most significant contributions of the Sumerians to human civilization was the invention of writing. Around 3200 BCE, they developed cuneiform, a system of writing that used wedge-shaped marks pressed into clay tablets. Initially used for record keeping, cuneiform evolved to document laws, literature, and astronomical observations. The development of writing transformed how information was stored and transmitted. It allowed for more complex administration and the codification of laws, which were essential for governing growing urban populations. The Code of Ur-Nammu, one of the earliest known legal codes, provided a framework for justice and social order in Sumerian society. Advancements in technology and agriculture. Technological innovations played a crucial role in the development of early civilizations. The Sumerians made significant advances in irrigation, which allowed them to cultivate surplus crops and support large populations. They constructed an intricate network of canals and dikes to manage the flow of water from the Tigris and Euphrates, ensuring a reliable supply for their fields. Agricultural surplus led to increased trade, both within Mesopotamia and with neighboring regions. The Sumerians traded grain, textiles, and crafts for raw materials like timber, metals, and precious stones. This trade fostered economic interdependence and cultural exchange, spreading Sumerian innovations far beyond their borders. Social hierarchies and governance. As cities grew, so did the complexity of their social structures. Sumerian society was highly stratified, with a clear hierarchy that included kings, priests, merchants, artisans, and laborers. The king, often seen as a divine or semi-divine figure, wielded considerable power and was responsible for maintaining order, leading military campaigns, and overseeing religious ceremonies that hiccups before this. Priests also held significant influence, managing the temples and conducting rituals to appease the gods. The construction of massive ziggurats and the elaboration of religious practices underscore the centrality of religion in Sumerian life. Temples were not only places of worship, but also economic centers that controlled large tracts of land and resources. Cultural achievements and legacy. The cultural achievements of the Sumerians had a lasting impact on subsequent civilizations. They produced some of the earliest known literature, including the Epic of Gilgamesh, a monumental work that explores themes of heroism, friendship, and the quest for immortality. Sumerian art and craftsmanship, evident in their intricate pottery,
jewelry, and statuary reflect a deep appreciation for beauty and detail. The Sumerians also made advances in mathematics and astronomy, developing a base 60-number system that is still used to measure time and angles today. Their observations of celestial bodies laid the groundwork for future astronomical studies. The rise of other early civilizations. While Mesopotamia was flourishing, other regions were also witnessing the birth of civilization. In the Nile Valley, the ancient Egyptians were developing a civilization that would become one of the most iconic in history. Around 3100 BC, Egypt unified under the rule of the first pharaoh, Narmer, marking the beginning of the dynastic period. The Nile River, with its predictable flooding cycles, provided the fertile soil necessary for agriculture in an otherwise arid landscape. The ancient Egyptians developed sophisticated irrigation techniques to harness the river's waters, enabling them to grow surplus crops and support a large population. Egyptian society was highly stratified, with the pharaoh at the top, followed by nobles, priests, scribes, and laborers. The pharaoh was considered a god king, an intermediary between the gods and the people. This divine kingship was reflected in the monumental architecture of ancient Egypt, including the construction of the pyramids, which served as tombs for the pharaohs and symbols of their eternal power. The Egyptians also developed their own writing system, hieroglyphics, which combined logographic and alphabetic elements. This system was used for religious texts, administrative documents, and monumental inscriptions. The Rosetta Stone, discovered in 1799, later provided the key to deciphering these ancient symbols. The Indus Valley Civilization, a forgotten empire. To the east of Mesopotamia, the Indus Valley Civilization was emerging around 2600 BCE. This civilization, located in present-day Pakistan and northwest India, is noted for its advanced urban planning, architecture, and social organization. Major cities like Harappa and Mohenjo-daro featured grid layouts, sophisticated drainage systems, and standardized weights and measures. The people of the Indus Valley developed a writing system that remains undeciphered to this day, leaving many aspects of their culture and governance a mystery. Despite the lack of written records, archaeological evidence suggests a highly organized society with a strong emphasis on trade and craftsmanship. China, the dawn of dynasties. In East Asia, the foundations of Chinese civilization were being laid along the Yellow River. By 2000 BCE, the Xia dynasty is believed to have emerged, followed by the Shang dynasty around 1600 BCE. The Shang dynasty is noted for its advances in bronze metallurgy, the development of a complex writing system, and the establishment of a centralized state. Chinese society was characterized by its hierarchical structure, with a ruling elite that exercised control over the peasantry. Ancestor worship and the veneration of spirits were central to Chinese religious practices, influencing the development of Confucianism and Taoism in later periods. Mesoamerica, early civilizations of the Americas. While civilizations were rising in the Old World, the Americas were also seeing the emergence of complex societies. In Mesoamerica, the Olmec civilization flourished around 1200 BCE. Known for their colossal stone heads and sophisticated calendar systems, the Olmecs laid the cultural foundation for subsequent civilizations like the Maya and the Aztec. The Olmecs developed extensive trade networks that spanned much of Mesoamerica, facilitating the exchange of goods, ideas, and technologies. Their contributions to art, architecture, and religion had a profound influence on later Mesoamerican cultures. Despite being separated by vast distances, these early civilizations shared several common features: the development of agriculture, the establishment of urban centers, the invention of writing, and the formation of complex social hierarchies. These similarities suggest that the processes driving the rise of civilization were universal, rooted in the human capacity for innovation, cooperation, and adaptation. Trade and cultural exchange played crucial roles in the development and spread of early civilizations. Goods, ideas, and technologies were exchanged along trade routes, connecting distant regions and fostering mutual influence. For instance, the Silk Road,
established later in history, facilitated the exchange of goods and ideas between the East and the West, demonstrating the interconnectedness of ancient civilizations. The impact of geography on civilization. Geography played a critical role in shaping the development of early civilizations. Access to water sources, fertile land, and natural resources influenced where and how societies emerged. For example, the Fertile Crescent of Mesopotamia, the predictable flooding of the Nile, and the well-watered plains of the Indus Valley provided the conditions necessary for agriculture and urbanization. In contrast, civilizations in more challenging environments, such as the Andean highlands or the deserts of Arabia, developed unique adaptations to their surroundings. These adaptations included terrace farming, irrigation systems, and trade networks that allowed them to thrive in less hospitable conditions. The legacies of these early civilizations are still evident today. Many of the technologies, social structures, and cultural practices they developed laid the foundations for subsequent societies. The inventions of writing, legal codes, and architectural innovations have had lasting impacts on human history. ഏകദേശം ക്രിസ്തുവിനു മുമ്പ് 1792 രാജാവ് ഹമ്മുറാബി ബാബിലോണിന്റെ സിംഹാസനം ഏറ്റെടുത്തു. ഹമ്മുറാബി അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാബിലോണിയൻ സാമ്രാജ്യം സ്ഥാപിച്ചു. ഹമ്മുറാബിയുടെ ഏറ്റവും പ്രശസ്തമായ സംഭാവന ഹമ്മുറാബി നിയമസംഹിത ആണ്. ഇത് ലോകത്തിലെ ഏറ്റവും പഴയ നിയമസമാഹാരങ്ങളിൽ ഒന്നാണ്. ഈ നിയമങ്ങൾ വ്യാപാരം, സ്വത്തവകാശം, കുടുംബ ബന്ധങ്ങൾ, ക്രിമിനൽ ജസ്റ്റിസ് തുടങ്ങിയ സാമൂഹിക ജീവിതത്തിന്റെ വിവിധ മേഖലകൾ ഉൾക്കൊള്ളുന്നു. ഹമ്മുറാബി ഈ നിയമങ്ങളെ ഒരു വലിയ ശിലാസ്തംഭത്തിൽ എഴുതിച്ചു, പൊതുസ്ഥലങ്ങളിൽ വെച്ചു, എല്ലാവർക്കും കാണാൻ കഴിയുന്ന വിധം പ്രസിദ്ധീകരിച്ചു. ഒരു കണ്ണിന് ഒരു കണ്ണ് എന്ന പ്രസിദ്ധമായ നീതിതത്വം ഹമ്മുറാബി നിയമസംഹിതകളുടെ കേന്ദ്ര ചിന്തയായിരുന്നു. തുടർന്ന് അസീറിയൻ സാമ്രാജ്യം മെസപ്പൊട്ടേമിയയിൽ പ്രബലമായ ഒരു ശക്തിയായി വളർന്നു. ഈ സാമ്രാജ്യം ഏകദേശം ക്രിസ്തുവിനു മുമ്പ് 900-600 കാലഘട്ടത്തിൽ അതിന്റെ ശക്തിയുടെ ശിഖരത്തിലെത്തി. അസീറിയർ അവർക്ക് ലഭിച്ച സൈനിക ശക്തിയിൽ പ്രശസ്തരായിരുന്നു. അവർ ഇരുമ്പായുധങ്ങൾ, കുതിരസേന, കോട്ടകളുടെ ഉപരോധ യുദ്ധം എന്നിവയെ പകിടാവായി ഉപയോഗിച്ചു. അതിനാൽ അവർ വൻ ഭൂപ്രദേശങ്ങൾ കീഴടക്കി. അസീറിയർ ആശൂർ, നൈനിവേ തുടങ്ങിയ വലിയ തലസ്ഥാന നഗരങ്ങൾ സ്ഥാപിച്ചു. ഇവിടങ്ങളിൽ പല ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച് വിജ്ഞാനത്തിന് വഴിയൊരുക്കി. ഇതിനുശേഷം പേർഷ്യൻ സാമ്രാജ്യം ഉയർന്നുവന്നു. ക്രിസ്തുവിനു മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ സൈറസ് മഹാൻ പേർഷ്യൻ സാമ്രാജ്യം സ്ഥാപിച്ചു. സൈറസ് ലോകചരിത്രത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഭരണാധികാരികളിൽ ഒരാളാണ്. അദ്ദേഹം കീഴടക്കിയ രാജ്യങ്ങളിലെ മതങ്ങളും സംസ്കാരങ്ങളും ബഹുമാനിച്ചു. ഇതിലൂടെ വിവിധ ജനതകളിൽ വിശ്വാസം വളർത്തി. ഇത് സാമ്രാജ്യത്തിന്റെ സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും സഹായിച്ചു. ദാറിയസ് ഒന്നാമന്റെ ഭരണകാലത്താണ് പേർഷ്യൻ സാമ്രാജ്യം അതിന്റെ ഉന്നതിയിലെത്തിയത്. ദാറിയസ് തന്റെ സാമ്രാജ്യത്തെ സാത്രാപ്പികൾ എന്ന പ്രവിശ്യകളായി വിഭജിച്ചു. ഓരോ സാത്രാപ്പിക്കും ഒരു സാത്രാപ്പ് എന്ന ഗവർണർ ഉണ്ടായിരുന്നു. ഈ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ പെർസെപോളിസിൽ ഭീമാകാരമായ കൊട്ടാരങ്ങൾ, ശിലാശില്പങ്ങൾ, വിപുലമായ അങ്കണങ്ങൾ എന്നിവ കണ്ടുവന്നിരുന്നു. പ്രാചീന ചൈനയിൽ ഷോവ് രാജവംശം ചൈനീസ് സംസ്കാരത്തിന്റെ, രാഷ്ട്രീയത്തിന്റെ, ദാർശനികതയുടെ അടിസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കി. ഷോവ് രാജവംശം മണ്ടേറ്റ് ഓഫ് ഹെവൻ ആശയം അവതരിപ്പിച്ചു. ഇതിൻ പ്രകാരം ഒരു ഭരണാധികാരിക്ക് ഭരിക്കുന്നതിന്റെ അവകാശം ദൈവികമായ ഒരു ശക്തിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൺഫ്യൂഷ്യസ് എന്ന വലിയ ചിന്തകൻ രൂപപ്പെടുത്തിയ ദാർശനിക വിദ്യാശാഖയാണ് കൺഫ്യൂഷ്യനിസം. ലാവോസി എന്ന ചിന്തകനാണ് ടാവിസം എന്ന ദാർശനിക വിദ്യാശാഖ സ്ഥാപിച്ചത്. ഹാൻഫെസി എന്ന ചിന്തകനാണ് ലീഗലിസം എന്ന ദാർശനിക വിദ്യാശാഖ രൂപപ്പെടുത്തിയത്. ചിൻ രാജവംശം ചൈനയെ ഒന്നിച്ചു ചേർത്തു. ചിൻഷി ഹുവാങ് എന്ന ചക്രവർത്തിയാണ് ചൈനയിലെ ആദ്യ ചക്രവർത്തിയായി ഉയർന്നത്.
അദ്ദേഹത്തിന്റെ കാലത്ത് വലിയ ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. പ്രധാനമായും കറൻസി ചൈനയിൽ ഒരേ തരത്തിലുള്ള നാണയം ഉപയോഗിച്ചു. രാജ്യത്തുടനീളം ഒരേ രീതിയിലുള്ള അളവുകൾ ഉപയോഗിച്ചു. ചൈനയിൽ ഒറ്റ ലിപി ഉപയോഗപ്പെടുത്തി. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഉത്തരദിക്കിൽ നിന്ന് വരുന്ന മംഗോളിയൻ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണത്തിനായി ഈ വലിയ മതിൽ നിർമ്മിച്ചു. ടിൻഷി ഹുവാങ് ഒരുപാട് വലിയ നഗരങ്ങളും കൊട്ടാരങ്ങളും നിർമ്മിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെ കഠിനമായിരുന്നു. ശക്തമായ നിയമങ്ങളും കഠിനമായ ശിക്ഷകളും അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഉണ്ടായി. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം ചിൻ രാജവംശം വീണു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ ചൈനയുടെ ഭാവി മാറ്റിമറിച്ചു. ചൈനയിലെ ഗ്രേറ്റ് വാൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അടയാളമായി നിലകൊള്ളുന്നു. പ്രാചീന ഗ്രീക്കുകാർ അവരുടെ സ്വന്തം വ്യത്യസ്തമായ സംസ്കാരം രൂപീകരിച്ചു. ഗ്രീസിൽ പോളിസ് എന്നറിയപ്പെട്ട നഗരം ഉണ്ടായിരുന്നു. അതിൽ പ്രശസ്തമായത് ഏഥൻസ്, സ്പാർട്ട തുടങ്ങിയവയാണ്. ഏഥൻസ് ജനാധിപത്യത്തിന്റെ ജന്മസ്ഥലമായി അറിയപ്പെട്ടിരുന്നു. ക്രിസ്തുവിനു മുമ്പ് 5-ാം നൂറ്റാണ്ടിൽ പെരിക്ലിസ് എന്ന നേതാവിന്റെ നേതൃത്വത്തിൽ നേരിട്ടുള്ള ജനാധിപത്യം ഏഥൻസിൽ നിലനിർത്തി. അതായത് പൊതുജനങ്ങൾക്ക് നേരിട്ട് തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നു. ഈ കാലഘട്ടം ഏഥൻസിന്റെ ഗോൾഡൻ ഏജ് എന്നറിയപ്പെട്ടിരുന്നു. പ്രശസ്ത ഗ്രീക്ക് ദാർശനികരായിരുന്നു സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ എന്നിവർ. ലോകത്തിലെ പ്രമുഖ തത്വചിന്തകനായും സദാചാര ചിന്തയുടെ പിതാവുമായാണ് സോക്രട്ടീസിനെ കണക്കാക്കുന്നത്. ഏഥൻസിലെ ഒരു ശില്പിക്കും വയറ്റാട്ടിക്കും ജനിച്ച സോക്രട്ടീസ് ചെറുപ്പത്തിലെ സംഗീതവും ക്ഷേത്രഗണിതവും കായിക കലയും അഭ്യസിച്ചു. അരിസ്റ്റോട്ടിൽ. വിഖ്യാത ഗ്രീക്ക് ചിന്തകനായ പ്ലേറ്റോ അരിസ്റ്റോട്ടിലിന്റെ ഗുരുവും അലക്സാണ്ടർ ചക്രവർത്തി അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനുമായിരുന്നു. ഭൗതികശാസ്ത്രം, മെറ്റാഫിസിക്സ്, കവിത, യുക്തി, പ്രസംഗകല, രാഷ്ട്രതന്ത്രം, ഭരണകൂടം, സന്മാർഗശാസ്ത്രം, ജീവശാസ്ത്രം, ജന്തുശാസ്ത്രം എന്നിങ്ങനെ നിരവധി വിഷയങ്ങളിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. പ്ലേറ്റോ. BC 427 പ്ലേറ്റോ ഏഥൻസിൽ ജനിച്ചു. അച്ഛൻ അരിസ്റ്റോൺ, അമ്മ പെരിക്ടിയോൺ. ഉന്നത വിദ്യാഭ്യാസം നേടിയ പ്ലേറ്റോ സോക്രട്ടീസിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി. പ്ലേറ്റോയുടെ ഏറ്റവും മഹത്തായ ഗ്രന്ഥം റിപ്പബ്ലിക് ആണ്. അപ്പോളജി, ക്രിട്ടോ, ഫേഡോ, സിമ്പോസിയം എന്നിവയും ശ്രദ്ധേയങ്ങളായ ഗ്രന്ഥങ്ങളാണ്. ശാസ്ത്രവും ഗണിതശാസ്ത്രവും എന്ന മേഖലയിൽ ഗ്രീക്കുകാർ നൽകിയ സംഭാവനകൾ അതീവ പ്രാധാന്യമുള്ളവയായിരുന്നു. പൈതഗോറസ് എന്ന ഗണിതശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന്റെ അനുയായികളും ജ്യാമിതിയും സംഖ്യാസിദ്ധാന്തവും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സുപ്രധാന സംഭാവനകൾ നൽകി. പ്രത്യേകിച്ച് ത്രികോണത്തിന്റെ ഭുജങ്ങൾ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന പൈതഗോറസ് സിദ്ധാന്തം ഇന്നും ജ്യാമിതിയിലെ അടിസ്ഥാന സിദ്ധാന്തമായി തുടരുന്നു. വൈദ്യശാസ്ത്ര രംഗത്ത് ഹിപ്പോക്രാറ്റ്സ് സമാനതകളില്ലാത്ത പുരോഗതികൾ വരുത്തി. അദ്ദേഹം വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. എറാറ്റോസ്തനീസ് എന്ന ഗ്രീക്ക് ചിന്തകൻ ഭൂമിയുടെ പരിധി കൃത്യമായി കണക്കുകൂട്ടിയെടുത്തു. ആർക്കിമിഡീസ് തുലാസിദ്ധാന്തം, നിമഗ്നതാ സിദ്ധാന്തം എന്നിവ കണ്ടെത്തി ഭൗതികശാസ്ത്രത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തി. അതിനുശേഷം ഹെലനിസ്റ്റിക് കാലഘട്ടം എന്നത് ഗ്രീക്ക് സംസ്കാരവും കിഴക്കൻ സംസ്കാരവും സമന്വയിപ്പിച്ച അതിപ്രധാനമായ ഒരു ഘട്ടമായി. ക്രിസ്തുവിനു മുമ്പ് 4-ാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ മഹാന്റെ അതികായ യുദ്ധവിജയങ്ങൾ ഗ്രീക്ക് സംസ്കാരത്തെ മിസ്രം മുതൽ ഇന്ത്യ വരെ വ്യാപിപ്പിച്ചു. ഇതാണ് ഹെലനിസ്റ്റിക് കാലഘട്ടത്തിന്റെ തുടക്കം. ഈജിപ്തിലെ അലക്സാണ്ട്രിയ എന്ന നഗരം വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി മാറി. അലക്സാണ്ട്രിയ ലൈബ്രറി എന്നത് ലോകത്തെ ഏറ്റവും വലിയ ഗ്രന്ഥശാലയായിരുന്നു. യൂക്ലിഡ് എന്ന ഗണിതശാസ്ത്രജ്ഞൻ എലമെന്റ്സ് എന്ന വിഖ്യാത ഗ്രന്ഥം രചിച്ച് ജ്യാമിതിയിൽ പുതുമകൾ വരുത്തി. അതേസമയം ക്ലൗഡിയസ് ടോളമി ജ്യോതിശാസ്ത്ര രംഗത്ത് ഭൂകേന്ദ്ര സിദ്ധാന്തം അവതരിപ്പിച്ചു.
റോമൻ റിപ്പബ്ലിക്. ക്രിസ്തുവിനു മുമ്പ് 509 റോമൻ റിപ്പബ്ലിക് സ്ഥാപിതമായി. ഈ റിപ്പബ്ലിക്കിൽ ചെക്സ് ആൻഡ് ബാലൻസ് എന്ന ആശയം നിലനിന്നിരുന്നു. അതായത് ഒരാൾക്ക് അധികാരം അമിതമായി ലഭിക്കാതിരിക്കാൻ സന്തുലിത ഭരണം ഉറപ്പുവരുത്തി. റോമൻ സെനറ്റ് എന്ന ഭരണഘടനാ സഭയിൽ പാട്രീഷ്യന്മാർ, അതായത് പ്രഭു കുടുംബങ്ങൾ, നിയമനിർമ്മാണ അധികാരമുള്ളവരായിരുന്നു. അതേസമയം പ്ലീബിയന്മാർ, അതായത് സാധാരണ ജനങ്ങൾ, അസംബ്ലിയിൽ പ്രതിനിധീകരിച്ചിരുന്നു. ജൂലിയസ് സീസർ അതിപ്രബലനായ നേതാവ് ആയിരുന്നു. ക്രിസ്തുവിനു മുമ്പ് 44 സീസർ ജീവിതകാലത്തേക്ക് ഏകാധിപതിയായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ വധം കലാപങ്ങൾക്കും ആഭ്യന്തര യുദ്ധങ്ങൾക്കും വഴിതെളിച്ചു. ഓഗസ്റ്റസ് സീസർ അധികാരത്തിൽ വന്നതോടെ റോമൻ സാമ്രാജ്യം ഔദ്യോഗികമായി നിലവിൽ വന്നു. വളരെയധികം റോഡുകൾ, അക്വഡക്റ്റുകൾ, വെള്ളം നഗരങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പുകൾ, കൊളോസിയം, ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ നടക്കുന്ന വൻ തിയേറ്റർ, പാൻതിയോൺ, ദൈവങ്ങളെ ആരാധിക്കാൻ നിർമ്മിച്ച വൻ ക്ഷേത്രം എന്നിവ റോമൻ സാമ്രാജ്യത്തിന്റെ പ്രധാന നേട്ടങ്ങൾ ആയിരുന്നു. ഭാരതത്തിൽ ഹിന്ദുമതവും ബുദ്ധമതവും രൂപം കൊണ്ടു. വേദസംസ്കാരം അടിസ്ഥാനമാക്കിയുള്ള മതമാണ് ഹിന്ദുമതം. ധർമ്മം, കർമ്മ, മോക്ഷം എന്നിവ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന ആശയങ്ങളാണ്. സിദ്ധാർത്ഥ ഗൗതമനാണ് ബുദ്ധമതം സ്ഥാപിച്ചത്. 4 മഹാസത്യങ്ങൾ, 8 സന്മാർഗങ്ങൾ എന്നിവ ബുദ്ധമതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളാണ്. യഹൂദമതം ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഏകദൈവ വിശ്വാസങ്ങളിൽ ഒന്നാണ്. അബ്രഹാമിന്റെ പേരക്കിടാവായ യാക്കോബിന്റെ 12 മക്കളിൽ ഒരാളായ യഹൂദയുടെ പേരിലാണ് ഈ മതം ഇന്നറിയപ്പെടുന്നത്. ക്രിസ്തുമതം നസറത്തിലെ യേശു എന്ന ആത്മീയ നേതാവിന്റെ ഉപദേശങ്ങൾ അടിസ്ഥാനമാക്കി രൂപം കൊണ്ട മതമാണ് ഇത്. സ്നേഹം, കൃപ, മാപ്പ് തുടങ്ങിയ സന്ദേശങ്ങളാണ് യേശു പ്രചരിപ്പിച്ചത്. മധ്യകാലഘട്ടത്തിൽ കത്തോലിക്ക സഭ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ ആധ്യാത്മികവും രാഷ്ട്രീയവും ആയ ഒരു സ്ഥാപനമായി വളർന്നു. മഠങ്ങളും സന്യാസിനി മഠങ്ങളും യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന്റെയും ഗ്രന്ഥശേഖരണത്തിന്റെയും കേന്ദ്രങ്ങളായി മാറി. മധ്യകേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള സംഭാവനകളിലൊന്ന് ക്രൂസേഡ് യുദ്ധങ്ങളായിരുന്നു. യൂറോപ്യൻ ക്രിസ്ത്യാനികൾ ഇസ്രായേലിലെ ജെറുസലേം ഉൾപ്പെടെയുള്ള ഭൂപ്രദേശം മുസ്ലിം ഭരണത്തിൽ നിന്ന് പിടിച്ച് വീണ്ടെടുക്കാൻ നടത്തിയ സൈനിക നീക്കങ്ങൾ ആയിരുന്നു. ആദ്യ ക്രൂസേഡ് ജെറുസലേം പിടിച്ചടക്കുന്നതിൽ വിജയിച്ചു. എന്നാൽ പിന്നീടുള്ള ക്രൂസേഡുകൾ നിരവധി പരാജയങ്ങളും മിശ്രഫലങ്ങളും കണ്ടു. ക്രൂസേഡുകളുടെ ഏറ്റവും വലിയ ഫലങ്ങളിലൊന്നാണ് വ്യാപാരത്തിന്റെ വളർച്ച. യൂറോപ്പിലേക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് വസ്ത്രങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വരാൻ തുടങ്ങി. കൂടാതെ പാശ്ചാത്യനും കിഴക്കൻ സംസ്കാരത്തിനും ഇടയിൽ സാംസ്കാരിക പരസ്പര സ്വാധീനം ശക്തപ്പെട്ടു. ബ്ലാക്ക് ഡെത്ത്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ബീഭത്സമായ മഹാമാരികളിൽ ഒന്നായ കറുത്ത മരണം അഥവാ പ്ലേഗ് 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഭീതിയുണ്ടാക്കി. ഈ മഹാമാരി യൂറോപ്യൻ ജനസംഖ്യയുടെ 1/3 മരണത്തിലേക്ക് നയിച്ചു. ജനസംഖ്യയിൽ ഉണ്ടായ വലിയ മാറ്റം കാരണം ഫ്യൂഡൽ സമ്പ്രദായം തകർന്നടിഞ്ഞു. കർഷകർ കൊല്ലപ്പെട്ടതോടെ ബാക്കി രക്ഷപ്പെട്ടതായ ജോലിക്കാർ ഉയർന്ന വേതനം ആവശ്യപ്പെടുകയും മെച്ചപ്പെട്ട തൊഴിലവസ്ഥ വാഗ്ദാനം ചെയ്യുന്നതിനായി ലോഡുകളെ നിർബന്ധിതരാക്കുകയും ചെയ്തു. മധ്യകാലഘട്ടം കടന്നുപോകുമ്പോൾ വ്യാപാരവും വാണിജ്യവും വീണ്ടും വികസിച്ചു തുടങ്ങി. വ്യാപാരികൾ തങ്ങളുടെ വാണിജ്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഗിൽഡുകൾ രൂപീകരിച്ചു. 14-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ ആരംഭിച്ച പുനർജനനം എന്നത് പുരാതന ഗ്രീക്ക് റോമൻ കലാസാംസ്കാരിക പൈതൃകത്തിന്റെ പുനരാവിഷ്കാരമായിരുന്നു. ഹ്യൂമനിസം എന്നത് പുനർജനന കാലത്ത് പ്രധാന ബൗദ്ധിക പ്രസ്ഥാനമായിരുന്നു. ഗ്രീക്ക് റോമൻ കാലത്തെ ഗ്രന്ഥങ്ങൾ വീണ്ടും തിരികെ കൊണ്ടുവരികയും അവയിൽ നിന്നുള്ള അറിവുകൾ ആധുനിക ലോകത്തിൽ ഉപയോഗപ്പെടുത്താനുമാണ് ഹ്യൂമാനിസം ഉദ്ദേശിച്ചത്. പ്രമുഖ ഹ്യൂമാനിസ്റ്റുകളിൽ ഒരാളായ പെട്രാർക്ക് ഹ്യൂമാനിസത്തിന്റെ പിതാവ് എന്നറിയപ്പെട്ടു.
അദ്ദേഹം പുരാതന ഗ്രന്ഥങ്ങൾ ശേഖരിച്ച് പഠിക്കുകയും പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സിസറോ തുടങ്ങിയവരുടെ കൃതികൾക്ക് പുതിയ ജീവിതം നൽകുകയും ചെയ്തു. പുനർജനനകാലം യൂറോപ്പിലെ ഏറ്റവും ആഴത്തിലുള്ള കലാസൃഷ്ടികൾ ഉൽപ്പാദിപ്പിച്ച കാലഘട്ടമായിരുന്നു. ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കലാഞ്ചലോ, റാഫേൽ തുടങ്ങിയ കലാകാരന്മാർ ആശയവിനിമയം, ജീവനുള്ള രൂപങ്ങൾ, ഛായാപ്രകാശകല, പ്രാകൃതിക ദൃശ്യങ്ങൾ എന്നിവയിലൂടെ കാലഹരണപ്പെടാത്ത കലാസൃഷ്ടികൾ സൃഷ്ടിച്ചു. ലിയനാർഡോ ഡാവിഞ്ചി മൊണാലിസ, ലാസ്റ്റ് സപ്പർ പോലുള്ള ലോകപ്രശസ്ത കലാസൃഷ്ടികൾ നിർമ്മിച്ചു. മൈക്കലാഞ്ചലോ ഡേവിഡ് ശില്പം, പയാറ്റ, സിസ്റ്റീൻ ചാപ്പൽ എന്നിങ്ങനെയുള്ള ലോകോത്തര കലാസൃഷ്ടികൾ നിർമ്മിച്ചു. റാഫേൽ എന്ന കലാകാരന്റെ സ്കൂൾ ഓഫ് ഏഥൻസ് എന്ന കലാസൃഷ്ടി തത്വചിന്തയുടെ ശക്തമായ ചിത്രമാണ്. പുനർജനനകാലത്തെ വാസ്തുവിദ്യയും അതുല്യമായ ഉയരങ്ങളിലെത്തി. ഫിലിപ്പോ ബ്രൂട്ടൻസ്കി ഫ്ലോറൻസിലെ കത്തീഡ്രലിന്റെ വലിയ ഗോപുരം നിർമ്മിച്ചു. സെന്റ് പീറ്റേഴ്സ് ബസലിക്ക മൈക്കലാഞ്ചലോയും മറ്റ് പ്രശസ്ത വാസ്തുശില്പികളും ചേർന്ന് നിർമ്മിച്ചു. നിക്കോളാസ് കോപ്പർനിക്കസ്, ഗലീലിയോ ഗലീലി, ജോഹാൻസ് കെപ്ലർ എന്നിവർ ഭൂമിയും സൂര്യനുമൊക്കെയുള്ള സ്ഥാനം സംബന്ധിച്ച പരമ്പരാഗത ആശയങ്ങൾ ചോദ്യം ചെയ്തു. കോപ്പർനിക്കസിന്റെ ഹെലിയോസെൻട്രിക് തിയറി സൂര്യനാണ് സോളാർ സിസ്റ്റത്തിന്റെ കേന്ദ്രം എന്ന് അവകാശപ്പെടുന്നു. ഗലീലിയോ ഗലീലി താൻ വികസിപ്പിച്ച ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രൻ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ എന്നിവ നിരീക്ഷിക്കുകയും കോപ്പർനിക്കസിന്റെ സിദ്ധാന്തം യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. ജോഹാൻസ് കെപ്ലർ തന്റെ ഗ്രഹചലന നിയമങ്ങൾ ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ രൂപപ്പെടുത്തിക്കൊണ്ട് ഗ്രഹങ്ങൾ വൃത്താകൃതിയല്ല മറിച്ച് ദീർഘവൃത്താകൃതിയാണ് എന്നത് തെളിയിച്ചു. പുനർജനന കാലത്ത് കപ്പൽ നിർമ്മാണം, നാവിഗേഷൻ എന്നിവയിൽ വലിയ പുരോഗതി ഉണ്ടായി. ക്രിസ്റ്റഫർ കൊളംബസ്, ഫെർഡിനാൻഡ് മഗല്ലൻ, വാസ്കോ ഡ ഗാമ എന്നിങ്ങനെ നിരവധി യാത്രികർ പുതിയ ഭൂഭാഗങ്ങൾ കണ്ടെത്തുകയും വ്യാപാരപാതകൾ വികസിപ്പിക്കുകയും ചെയ്തു. സാഹിത്യവും തത്വചിന്തയും ആഴത്തിൽ വിശകലനം ചെയ്ത ഒരു കാലം ആയിരുന്നു. ഡാന്റെ അലിയേഖിയരി എഴുതിയ ഡിവൈൻ കോമഡി നരകം, ശുദ്ധിപ്പുര, സ്വർഗം എന്നിങ്ങനെ 3 ലോകങ്ങളുടെ യാത്രകളിലൂടെ മനുഷ്യാവബോധം തിരയുന്ന ആഖ്യാനമായിരുന്നു. ജെഫ്രി ചോസർ തന്റെ കാന്തർബറി കഥകൾ എന്ന കൃതിയിലൂടെ മധ്യകാല യൂറോപ്പിൽ സാമൂഹിക സാംസ്കാരിക ഘടന വ്യക്തമായി വരച്ചു കാണിച്ചു. വില്യം ഷേക്സ്പിയർ ഹാംലെറ്റ്, ഒഥെല്ലോ, മാക്ബത്ത് എന്നീ കൃതികളിലൂടെ മനുഷ്യ മനോഭാവം, ദ്രോഹം, പ്രണയം, വിരഹം എന്നിവ ആഴത്തിൽ ഉണർത്തി. എറാസ്മസ് ഓഫ് റോട്ടർഡാം, തോമസ് മോർ പോലെയുള്ള മാനവിക തത്വചിന്തകർ വിദ്യാഭ്യാസം, ന്യായം, നീതി എന്നിവയിലൂടെ മനുഷ്യാവബോധം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ആശയവിനിമയം നടത്തി. എറാസ്മസിന്റെ ഇൻ പ്രൈസ് ഓഫ് ഹോളി സമൂഹത്തിലെ ദുരിതങ്ങളും സഭയുടെ വീഴ്ചകളും പരിഹസിച്ചുകൊണ്ട് ക്രിസ്തീയ വിശുദ്ധ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിനെ പ്രോത്സാഹിപ്പിച്ചു. തോമസ് മോറിന്റെ യൂട്ടോപ്പിയ ന്യായവും സമത്വപൂർണവുമായ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. പുനർജനനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു യോഹന്നാൻ ഗുട്ടൻബർഗ് 1440 കണ്ടുപിടിച്ച മുദ്രണ യന്ത്രം. ബൈബിൾ ഉൾപ്പെടെ നിരവധി ഗ്രന്ഥങ്ങൾ കുറഞ്ഞ ചെലവിൽ പ്രസിദ്ധീകരിച്ചു. ഇതിന്റെ ഫലമായി വിദ്യാഭ്യാസവും വായനാശീലവും വ്യാപകമായി വളർന്നു. 1517 മാർട്ടിൻ ലൂതർ എഴുതി പതിച്ച 95 തീസിസ് കത്തോലിക്ക സഭയുടെ അധികാരത്തെയും അഴിമതികളെയും തുറന്നുകാട്ടി.
കൗണ്ടർ റിഫോർമേഷൻ എന്ന പ്രസ്ഥാനത്തിലൂടെ കത്തോലിക്ക സഭയും സ്വന്തം നിലപാടുകളും ചട്ടക്കൂടുകളും ശക്തിപ്പെടുത്താൻ ശ്രമിച്ചു. 1545 ആരംഭിച്ച ട്രെന്റ് കൗൺസിൽ സഭയിലെ അഴിമതി ഇല്ലാതാക്കാനും കത്തോലിക്ക സിദ്ധാന്തം പുനരുജ്ജീവിപ്പിക്കാനുമുള്ള ശ്രമം ചെയ്തു. ഈ കാലത്ത് ശാസ്ത്രവിപ്ലവം വലിയ മുന്നേറ്റം നേടി. ഐസക് ന്യൂട്ടൻ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ഗ്രന്ഥത്തിലൂടെ ഭൗതികശാസ്ത്രത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ രൂപപ്പെടുത്തി. ലോസ് ഓഫ് മോഷൻ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ ശാസ്ത്രലോകത്തെ മാറ്റിമറിച്ചു. ടെലസ്കോപ്പ്, മൈക്രോസ്കോപ്പ് എന്നിവയുടെ വികസനം ശാസ്ത്രപരമായ കണ്ടെത്തലുകൾക്ക് വൻ വഴിയൊരുക്കി. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബ്രിട്ടനിൽ ആരംഭിച്ച വ്യാവസായിക വിപ്ലവം സാമ്പത്തിക, സാമൂഹിക, ദൈനംദിന മേഖലകളിൽ മാറ്റങ്ങൾ വരുത്തിയ മഹത്തായ കാലഘട്ടമായിരുന്നു. കൃഷിയാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയിൽ നിന്ന് യന്ത്രങ്ങളാലും ഫാക്ടറികളാലും പ്രവർത്തിക്കുന്ന വ്യാവസായിക സമ്പദ് വ്യവസ്ഥയിലേക്ക് മാറുന്നതിനെ ഈ വിപ്ലവം വഴിതെളിച്ചു. സാങ്കേതിക നവോത്ഥാനം. വ്യാവസായിക വിപ്ലവത്തിന് ഊർജം നൽകിയ പ്രധാന കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായിരുന്നു ജെയിംസ് വാട്ട് വികസിപ്പിച്ച ഓയിൽ എഞ്ചിൻ. ഇത് ഫാക്ടറികൾ, ഗതാഗതം, ഖനനം എന്നീ മേഖലകളിൽ പുതിയ ഊർജ ശക്തി നൽകിയതോടെ ഉൽപാദനം അതിവേഗം വർദ്ധിച്ചു. സ്പിന്നിംഗ് ജെന്നി, പവർലൂം പോലുള്ള തുണിത്തര ഉൽപാദന യന്ത്രങ്ങൾ വസ്ത്രനിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുണ്ടാക്കി. ജോർജ് സ്റ്റീഫൻസൺ പോലുള്ള വ്യക്തികൾ വികസിപ്പിച്ച റെയിൽവേയും ഓയിൽ എഞ്ചിൻ ഉപയോഗിച്ച ട്രെയിനുകളും ഗതാഗത രംഗത്ത് കുതിപ്പുണ്ടാക്കി. സാമുവൽ മോഴ്സ് കണ്ടുപിടിച്ച ടെലഗ്രാഫ് എന്ന ആശയവിനിമയ സംവിധാനം ദീർഘദൂരങ്ങളിൽ സന്ദേശം അതിവേഗത്തിൽ കൈമാറാനുള്ള മാർഗമൊരുക്കി. വ്യാവസായിക വിപ്ലവത്തിന്റെ മറ്റൊരു പ്രധാന ഫലമായിരുന്നു നഗരവൽക്കരണം. തൊഴിൽ നേടാനായി ആളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ഒഴുകി. ഇതുമൂലം നഗരങ്ങളുടെ വേഗത്തിലുള്ള വികസനം സാധ്യമായി. ചില വെല്ലുവിളികൾക്കും ഇവ കാരണമായി. ഭൂരിഭാഗം ആളുകൾക്കും തിരക്കേറിയ, അനാരോഗ്യകരമായ, ശുദ്ധജലവുമില്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വന്നു. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ നീണ്ട ജോലിക്കാലം, അപകടകരമായ ജോലി സാഹചര്യങ്ങൾ എന്നിവ വ്യാപകമായിരുന്നു. ഇതിനെതിരെ തൊഴിലാളി യൂണിയനുകൾ രൂപീകരിക്കുകയും ശമ്പളം, ജോലി സമയം, ജോലിസ്ഥല സുരക്ഷ എന്നിവയ്ക്കായി സമരങ്ങൾ നടത്തുകയും ചെയ്തു. ആഡം സ്മിത്ത് 1776 പ്രസിദ്ധീകരിച്ച ദി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന കൃതിയിൽ മുക്തവിപണിയും തൊഴിലാളി വിഭജനവും അടിസ്ഥാനമാക്കിയുള്ള നവീന മൂലധനശാസ്ത്രത്തിന് അടിസ്ഥാനം കുറിച്ചു. അതേസമയം കാർൽ മാർക്സും ഫ്രിഡ്രിച്ച് ഏംഗൽസും 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ ക്യാപിറ്റലിസത്തിന്റെ അസമത്വങ്ങളെ വിമർശിച്ചു. അവർ സമത്വ സമൂഹം എന്ന ആശയം മുന്നോട്ട് വച്ചു. ഇത് പിന്നീട് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും പ്രചോദനമായി. സാമ്രാജ്യത്വം. വ്യാവസായിക വിപ്ലവം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുതിയ വിപണികളും വിഭവങ്ങളും തേടിയുള്ള ആധിപത്യവാദം ശക്തിപ്പെടുത്തി. 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പുകാർ ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക എന്നിവിടങ്ങളിൽ കോളനികളെ പിടിച്ചെടുക്കുകയും അവരുടെ വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യുകയും ചെയ്തു. സ്ക്രാമ്പിൾ ഫോർ ആഫ്രിക്ക. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം യൂറോപ്യൻ രാജ്യങ്ങൾ ആഫ്രിക്ക മുഴുവൻ കൈവശപ്പെടുത്താനുള്ള വേഗതയേറിയ ശ്രമം ഇതിന് ഉദാഹരണമായിരുന്നു. ആഗോള മഹായുദ്ധങ്ങൾ. 20-ാം നൂറ്റാണ്ട് 2 വലിയ ആഗോള യുദ്ധങ്ങൾക്ക് വേദിയായി. ഇവ ആഗോള രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളിൽ വൻ മാറ്റങ്ങൾ വരുത്തി. വേൾഡ് വാർ ഫസ്റ്റ്. 1914 ഓസ്ട്രോ ഹംഗേറിയൻ രാജകുമാരനായ
ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിന്റെ വധം മൂലമായി യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ആരംഭിച്ചു. ട്രെഞ്ച് യുദ്ധം, ടാങ്കുകൾ, വിഷവാതകം തുടങ്ങിയ പുതിയ ആയുധങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 1919 ഒപ്പിട്ട വെർസൈൽസ് ഉടമ്പടി യുദ്ധം അവസാനിപ്പിച്ചെങ്കിലും ജർമ്മനിക്ക് കടുത്ത ശിക്ഷകൾ ഏർപ്പെടുത്തി. ഇത് രണ്ടാം ലോകമഹായുദ്ധത്തിന് വഴിതെളിച്ചു. റഷ്യൻ വിപ്ലവം. 1917 റഷ്യയിൽ നടന്ന വിപ്ലവത്തിൽ റോമനോവ് രാജവംശം അസ്ഥിരമായതോടെ വ്ളാഡിമിർ ലെനിൻ നയിച്ച ബോൾഷെവിക് പ്രസ്ഥാനത്തിന് വിജയമുണ്ടായി. റഷ്യ പ്രഥമ കമ്മ്യൂണിസ്റ്റ് രാജ്യമായതിനാൽ ഇത് ആഗോള രാഷ്ട്രീയത്തിൽ വൻ സ്വാധീനം ചെലുത്തി. രണ്ടാം ലോകമഹായുദ്ധം. 1939 അഡോൾഫ് ഹിറ്റ്ലർ നയിച്ച ജർമ്മനി പോളണ്ടിൽ കയറിയതോടെ രണ്ടാം ലോകമഹായുദ്ധം ആരംഭിച്ചു. ഈ യുദ്ധം യൂറോപ്പ്, ഏഷ്യ, അമേരിക്ക തുടങ്ങി പല രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി. ഹിറ്റ്ലറുടെ ഹോളോകോസ്റ്റ് എന്ന യഹൂദന്മാരുടെ കൂട്ടക്കൊല, ഡി-ഡേ യുദ്ധം, സ്റ്റാലിൻഗ്രാഡ് പോരാട്ടം എന്നിവ യുദ്ധത്തിന്റെ പ്രധാന സംഭവങ്ങളായിരുന്നു. യുദ്ധം 1945 ജർമ്മനി, ജപ്പാൻ എന്നിവരുടെ പരാജയത്തോടുകൂടി അവസാനിച്ചു. ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി നഗരങ്ങളിൽ ആണവ ബോംബ് ഉപയോഗിച്ചതാണ് യുദ്ധചരിത്രത്തിലെ ഏറ്റവും വലിയ നാശനഷ്ടം. ഇത് ആണവായുധ കാലത്തിന് തുടക്കം കുറിച്ചു. ശീതസമരം. വേൾഡ് വാർ സെക്കൻഡിന്റെ അവസാനത്തോടുകൂടി അമേരിക്ക, സോവിയറ്റ് യൂണിയൻ തമ്മിൽ ആരംഭിച്ച ആശയപരമായ സംഘർഷം ആണ് ശീതസമരം. ഇത് അണുവായുധ മത്സരം, പ്രോക്സി യുദ്ധങ്ങൾ എന്നിവയിലൂടെ സജീവമായി. വിൻസ്റ്റൺ ചർച്ചിൽ ഐറൺ കർട്ടൻ എന്ന പ്രയോഗം ഉപയോഗിച്ചാണ് പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളും കിഴക്കൻ രാഷ്ട്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം വരച്ചുകാട്ടിയത്. 1961 നിർമ്മിച്ച ബെർലിൻ മതിൽ ഈ വിഭജനം തെളിയിച്ചു. ബഹിരാകാശ മത്സരം. ശീതസമരത്തിന്റെ പ്രധാന ഭാഗമായിരുന്നു ബഹിരാകാശ മത്സരം. 1957 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് എന്ന ആദ്യ ഉപഗ്രഹം വിക്ഷേപിക്കുകയും 1961 യൂറി ഗഗാറിൻ ആദ്യ മനുഷ്യനായി ബഹിരാകാശ യാത്ര നടത്തുകയും ചെയ്തു. ഇതിനു മറുപടിയായി അമേരിക്ക 1969 അപ്പോളോ 2 ദൗത്യത്തിലൂടെ നീൽ ആംസ്ട്രോങ് എന്നിവരെ ചന്ദ്രനിൽ എത്തിക്കുകയും ചെയ്തു. വസാഹനമുക്തിയും സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളും. വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ഏഷ്യ, ആഫ്രിക്ക, കരീബിയൻ മേഖലകളിലെ യൂറോപ്യൻ കോളനികൾ സ്വാതന്ത്ര്യം നേടിയതിനെ വസാഹനമുക്തി എന്നാണ് പറയുന്നത്. മഹാത്മാഗാന്ധി, ക്വാമെ എൻക്രൂമ, നെൽസൺ മണ്ടേല തുടങ്ങിയവർ ഈ പ്രസ്ഥാനങ്ങളുടെ പ്രമുഖ നേതാക്കളായിരുന്നു. സ്വാതന്ത്ര്യം നേടുന്നതിനൊപ്പം പുതിയ രാഷ്ട്രങ്ങൾ ആർത്ഥിക, സാമൂഹിക, മതപരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനം. അമേരിക്കയിൽ 20-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ആഫ്രിക്കൻ അമേരിക്കൻ വംശജർക്കെതിരായ വംശീയ വേർതിരിവ് അവസാനിപ്പിക്കുന്നതിനായി സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനം രൂപം കൊണ്ടു. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, റോസ പാർക്സ്, മാൽക്കം എക്സ് തുടങ്ങിയവരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. 1964 സിവിൽ റൈറ്റ്സ് ആക്ട്, 1965 വോട്ടിംഗ് റൈറ്റ്സ് ആക്ട് എന്നിവ തുല്യതയ്ക്കുള്ള നിയമപരമായ നിലപാടുകൾ വ്യക്തമാക്കി. ഇൻഫർമേഷൻ ഏജ്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തും 21-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും വിവര സാങ്കേതിക വിദ്യയുടെ വൻ വളർച്ച ലോകത്തെയാകെ മാറ്റി. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ എന്നിവയിലൂടെ വ്യവസായം, വ്യാപാരം, ദിനചര്യകൾ എല്ലാം വിരൽത്തുമ്പത്തായി മാറി. ഡിജിറ്റൽ വിപ്ലവം സമൂഹത്തിൽ വൻ മാറ്റങ്ങൾ വരുത്തി. ഇന്റർനെറ്റ് ലോകത്തെ കണക്ട് ചെയ്യുകയും ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആളുകളുടെ ആശയവിനിമയത്തിലും സാമൂഹിക പ്രസ്ഥാനങ്ങളിലും മറ്റുമായി മാറ്റങ്ങൾ വരുത്തി. ആമസോൺ, ആലിബാബ പോലുള്ള ഇ-കൊമേഴ്സ് കമ്പനികൾ വ്യാപാര രീതികളെ മാറ്റുകയും നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ പോലുള്ള
സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ വിനോദ പ്ലാറ്റ്ഫോമുകളായി ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബിഗ് ഡാറ്റ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് തുടങ്ങിയവ ഇപ്പോഴും വ്യവസായ മേഖലകളിൽ മാറ്റം കൊണ്ടുവരുന്നു. ആഗോളവൽക്കരണം, വ്യാപാരവും സാംസ്കാരിക മാറ്റവും ലോകമെമ്പാടും വർദ്ധിച്ചു. യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അന്താരാഷ്ട്ര നാണയനിധി തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകൾ വ്യാപാരവും സാമ്പത്തികവുമുള്ള സഹകരണത്തിന് ഇടയാക്കി. എന്നാൽ സാമ്പത്തിക അസ്ഥിരത, പരിസ്ഥിതി നാശം തുടങ്ങിയ വെല്ലുവിളികളും ആഗോളവൽക്കരണത്തോടൊപ്പം വന്നു. കാലാവസ്ഥാ വ്യതിയാനവും പരിസ്ഥിതി പ്രതിസന്ധിയും. വായുമലിനീകരണം, വനനശീകരണം, വ്യാവസായിക പ്രവൃത്തികൾ തുടങ്ങിയവയാൽ കാലാവസ്ഥാ വ്യതിയാനം വലിയ ഭീഷണിയായി. സുനാമികൾ, ചുഴലിക്കാറ്റുകൾ, ഉഷ്ണമേഖലാ താപനില ഉയരൽ തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. പാരീസ് ഉടമ്പടിയും ക്യോട്ടോ പ്രോട്ടോക്കോളും കാലാവസ്ഥാ പ്രതിസന്ധിയെ നേരിടുന്നതിനുള്ള പ്രധാന അന്താരാഷ്ട്ര കരാറുകളായിരുന്നു. ആധുനിക രാഷ്ട്രങ്ങളുടെ ഉയർച്ച. 1648 വെസ്റ്റ്ഫാലിയ ഉടമ്പടി രാഷ്ട്രങ്ങളുടെ ആധുനിക കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുകയും ദേശീയ ഭൂപടങ്ങളും സീമകളും നിർവചിക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിൽ യൂഗോസ്ലാവിയയുടെയും സോവിയറ്റ് യൂണിയന്റെയും തകർച്ചയോടെ പുതിയ രാഷ്ട്രങ്ങൾ രൂപം കൊണ്ടു. ദേശീയതയും ആത്മനിർണയ അവകാശവും ആധുനിക രാഷ്ട്ര രൂപീകരണത്തിന്റെ അടിസ്ഥാന ഭാഗങ്ങളായി.